കാലിൽ പരിക്കേറ്റതിനെ തുടർന്ന് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ചികിത്സ നൽകിയിരുന്ന കാട്ടുകൊമ്പൻ ചെരിഞ്ഞു. ചൊവ്വാഴ്ച രാവിലെയാണ് ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. മലയാറ്റൂർ DFO P കാർത്തികിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു. 12 വയസ്സ് പ്രായമുള്ള കൊമ്പന് മുറിവിലൂടെയുണ്ടായ അണുബാധയാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സെപ്റ്റംബർ ആദ്യവാരത്തിലാണ് വാഴച്ചാൽ ഡിവിഷനിലെ അതിരപ്പള്ളി റേഞ്ച് പരിധിയിൽ പിൻകാലിൽ പരിക്കേറ്റ നിലയിൽ ആനയെ കണ്ടത്. തുടർന്ന് 19 വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ മയക്കുവെടിവെച്ച് ചികിത്സ നൽകി. പിന്നീട് മലയാറ്റൂർ ഡിവിഷൻ കാലടി റേഞ്ച് പരിധിയിൽ പരിക്ക് ഭേദമാകാതെ കണ്ട ആനയ്ക്ക് ഒക്ടോബർ 7 വീണ്ടും മയക്കുവെടിവെച്ച് ചികിത്സ നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ നിരീക്ഷണത്തിൽ ആനയുടെ പരിക്ക് ഭേദമായതായും തീറ്റയെടുക്കുന്നതായും കണ്ടെത്തി. ഇക്കഴിഞ്ഞ 17 കിടക്കുന്ന നിലയിൽ കണ്ട ആനയ്ക്ക് വീണ്ടും വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചികിത്സ നൽകുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ചൊവ്വാഴ്ച ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടത്. മലയാറ്റൂർ DFO P കാർത്തികിന്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിനോയ് C ബാബു, ഡോക്ടർ മിനേഷ് ചാക്കോച്ചൻ, ഡോക്ടർ എഡിസൺ മാത്യു എന്നിവർ പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി.